നോക്കി വെച്ചിരുന്നെങ്കിൽ അതെ പ്രത്യേകിച്ച് നഷ്ടക്കാലം. കാണാമോ? എന്നെ കേൾക്കാമോ? കാണില്ല, ഇച്ചിരി വേണമെങ്കിൽ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. Hello. Thank you so much. Praise the Lord. ഇന്ന് നിങ്ങൾക്ക് വൈകിട്ടാവുന്നു, ഞങ്ങൾക്ക് രാവിലെ ഈ സമയം ദൈവസന്നിധിയിലെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് സർവശക്തനെ മഹത്വപ്പെടുത്തുവാനായി ദൈവം ഒരുക്കി നല്ല അവസരത്തിൽ ഓർത്ത് സർവശക്തനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതിന് അവസരം ഒരുക്കി തന്ന ഞങ്ങളെ ആത്മീയ സുഹൃത്തായ ഇവാഞ്ചലിസ്റ്റ് റെജി കോശിക്കവറിനോടുള്ള ദൈവനാമത്തിലുള്ള നന്ദി സമയത്ത് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ മിനിസ്ട്രിയുടെ അതിനെ ലീഡർഷിപ്പ് വഹിക്കുന്ന ഗ്ലോറി സിസ്റ്ററോടുള്ള ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രേയർ ലൈനിന്റെ പിന്നെ ആരെങ്കിലും ലീഡർഷിപ്പ് കൊടുക്കുന്ന എനിക്കറിയില്ല, എല്ലാവരോടുമുള്ള ദൈവനാമത്തിലെ ഉള്ള നന്ദിയെ ഞാൻ ഈ സമയം അറിയിച്ചു കൊള്ളുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഈ നമ്മള് പല സ്ഥലങ്ങളിലായിരിക്കുന്നു, ഡിഫറെന്റ് ടൈമിലായിരിക്കുന്നു. ഇതിനൊന്നും സർവശക്തന്റെ വചനം എത്തിച്ചേരാൻ തടസ്സം അതിനൊന്നുമില്ല. ഇന്ന് രാത്രികാലം ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. റെജി കോശി ബ്രദർ ഒത്തിരി കാര്യങ്ങൾ, അതും അങ്ങനെയൊന്നും ഞാൻ വലിയ പ്രീച്ചറൊന്നും അല്ല. എന്നാൽ ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ നിങ്ങളുടെ വൈകിയ വേളയിൽ ദൈവം എൻ്റെ മനസ്സിൽ തന്ന ചില തോട്ട്സ് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ അനുഭവ സാക്ഷ്യവും ചുരുക്കമായിട്ട് നിങ്ങളുടെ സന്നിധിയിലെ ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം എല്ലാവരും എന്നോടുകൂടെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഞാൻ ഒരു ദൈവവചനം വചനം വായിച്ചതിന് ശേഷം നമുക്ക് തുടർന്നും ഇന്ന ദൈവവചനത്തെ നമുക്ക് സംസാരിക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുന്നു. 1 Peter chapter 5 verse 7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വചനമാണ് നാം ഇപ്പോൾ വായിച്ചത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും കാണാതറിയാവുന്നതും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അത് ഹോൾഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് നാം ഇന്ന് പകൽക്കാലം വായിച്ചത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗസ്ഥ രാജാവേ, അപ്പച്ച അങ്ങയുടെ പൊന്നു മുഖത്തേക്ക് പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ അടിയങ്ങൾ നോക്കുന്ന കർത്താവെ, അങ്ങ് അടിയങ്ങൾക്ക് സമീപസ്ഥനായ ദൈവമാണല്ലോ കർത്താവെ. അപ്പച്ച ഹല്ലേലൂയ, ഏത് സമയത്തും ഓടി വരുവാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ അവകാശത്തെ തന്ന എൻ്റെ അപ്പ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. അടിയെ ഈ കേൾക്കുന്ന മക്കളും അങ്ങയുടെ മക്കളാപ്പ. ദൈവമേ, അടിയുടെ വായിൽ നിന്ന് വരുന്ന വചനം ഹല്ലേലൂയ അത് അങ്ങയുടേതായിരിക്കണം. എൻ്റെ ബുദ്ധിയിലൊന്ന് സംസാരിപ്പാൻ അനുവദിക്കല്ലേ അപ്പ. ദൈവകൃപ ഹല്ലേലൂയ ഇതിന് ലീഡർഷിപ്പ് കൊടുക്കണമേ കർത്താവേ. ദൈവമേ ഹല്ലേലൂയ, അങ്ങ് എന്നോട് സംസാരിക്കുന്നത് മാത്രം പറയാൻ ദൈവം എനിക്ക് കൃപ തരണമേ. കേൾക്കുന്ന മക്കൾക്കും എനിക്കും അത് ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഹല്ലേലൂയ, ഈ പ്രയർ ഫെലോഷിപ്പിനെ എൻ്റെ കർത്താവ് ധാരാളമായിട്ട് വരും ദിവസങ്ങളിൽ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. പൊന്നേശുവിൻ തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, സ്തോത്രം. ഈ വചനത്തിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം വായിക്കുന്നു. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഇതിനകത്ത് 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്കായി കരുതുന്ന ഒരു ദൈവം. നമ്മൾ അതിന്റെ തുടക്കത്തിൽ വായിക്കുന്നത് നമുക്കായി. ഇന്ന് നിങ്ങളുടെ വൈകിയ സമയത്ത് എനിക്ക് ഈ ടൈമിന് ഡിഫറൻസ് ഉണ്ട്, തിരിച്ചു പറഞ്ഞ എന്നോട് ക്ഷമിക്കണം. സോ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കായി കരുതുന്ന പേഴ്സണലി എടുക്കണം ഇത്. കാരണം എൻ്റെ ജീവിതത്തിൽ അതൊരു അനുഭവമാണ്. ഒരു വചനം ഞാൻ എപ്പോഴും പേഴ്സണലി എടുത്തെങ്കിൽ മാത്രമേ ഈ വചനം എബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ജീവനും ചൈതന്യവും ഉള്ളതാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനമാണ്. അത് നമ്മൾ വെറുതെ നമ്മൾ കേട്ടിട്ടിരുന്നാലല്ലേ. എല്ലാ ആഴ്ചയിലും ഞാനൊരു പ്രെയർ ലൈൻ വൺസ് എ വീക്ക് നടത്തുന്നുണ്ട്. സോ അത് കാരണം എനിക്ക് നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു റൊട്ടീൻ ആണല്ലോ എന്ന് പറഞ്ഞ് വന്നിരുന്നാൽ നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല.
ആന്റിക്ക് നഷ്ടമൊന്നുമില്ല. ആന്റിക്ക് ഒരു ഗോളില്ല ആന്റി ഇത് ചെയ്യുന്നത്, ഒരു വിഷൻ ഉണ്ട്. അപ്പം ദൈവം അത് അനുഗ്രഹമാക്കി കൊടുക്കും. എന്നാൽ നാം ഈ രാത്രികാലം ഈ വൈകിയ വേളയിൽ ഈ പ്രേരണയിലായിരിക്കും പൂർണ്ണമായിട്ട് 1 മണിക്കൂർ സമയം ഏകാഗ്ര ഹൃദയത്തോടെ ദൈവമേ സംസാരിക്കണമേ, പരിശുദ്ധാത്മാവെ എന്നോട് സംസാരിക്കണമേ, ഈ ജീവന്റെ വചനം കർത്താവേ എന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങൾ ഇത് ശ്രവിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരും. നമ്മൾ പറഞ്ഞത് നമുക്കായി കരുതുന്ന ഒരു ദൈവം, എത്ര വലിയൊരു പ്രോമിസാണ്. നമ്മെ കരുതുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. അതിനുശേഷം നാം വായിച്ചത് സകല ചിന്താകുലും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ആർക്കുമില്ല ഭാരമില്ലാത്തത്. ഞാനത് പൂർണ്ണമായി, കാരണം നമ്മൾ മനുഷ്യരായി ഈ ഭൂമിയിൽ ജീവിച്ചാലേ കഷ്ടമില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല. അത് സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരാണേലും താഴ്ന്ന നിലയിൽ ആരായാലും കഷ്ടത്തിൽ കൂടി കടന്നു പോകാത്ത ആരുമില്ല. ഞാനിത് വായിച്ചപ്പോ ചിന്താകുലം ആ വാക്ക് ഞാൻ ചിന്തിക്കാനിടയായി തീർന്നു. കാരണം എന്റെ ഗ്രാൻഡ് ഫാദർ എപ്പോഴും പറയുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ചിന്തിക്കുന്നവൻ എന്നർത്ഥം. സോ നമ്മളൊക്കെ പറയാറുണ്ട് ചിന്തിച്ചില്ലെങ്കിൽ ചില ഫാമിലിയെ നോക്കിയിട്ട് നമ്മൾ പറയുന്നത് ഒരു ചിന്തയില്ല, പ്രത്യേകിച്ച് ഈ പെൺകുഞ്ഞുങ്ങളൊക്കെ 2-3 പെൺകുഞ്ഞുങ്ങളുണ്ട്, ഒരു ചിന്തയില്ല, അതിങ്ങനെ ജീവിച്ചാൽ എങ്ങനാ. അപ്പം ചിന്തയെന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ അനിവാര്യമായ ഒരു ഘടകമാണ് ചിന്ത. എന്നാൽ നമ്മൾ പിന്നെ പറഞ്ഞത് ആകുലം അല്ലേ. അപ്പൊ അത് ചിന്ത ആകുലമായി മാറിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ആങ്സൈറ്റി അല്ലെങ്കിൽ വറി അല്ലെങ്കിൽ സ്ട്രെസ്. അപ്പൊ അതൊരു വേറൊരു തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുക. ചിന്ത എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നോർമലായിട്ടുള്ള ഘടകവും ഈ ചിന്താകുലം വന്നു കഴിയുമ്പോൾ അതാ പറയുന്നത് നമ്മളെ ഒരു വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അത് നമ്മൾ അവിടെ വെച്ച് നമ്മൾ അതിനൊരു കൺട്രോൾ കൊടുത്തില്ലെങ്കിൽ, ദൈവമക്കളായ നമ്മൾ അതിനൊരു കൺട്രോൾ കൊടുത്തില്ലെങ്കിൽ നമ്മള് പിന്നെ സാത്താന്റെ കൺട്രോളിലേക്ക് കടന്നു പോകാൻ ഇടയായിത്തീരും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കുമ്പോഴേ മെന്റൽ ഹെൽത്ത്, നമ്മുടെയൊക്കെ ചെറിയ പ്രായങ്ങളിൽ മെന്റൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറേ ഇല്ല. ഇതിലേക്ക് നമ്മൾ പറയാം മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ്. അപ്പം ആങ്സൈറ്റി അല്ലെ, ഡിപ്രഷന്, സൂയിസൈഡൽ ഐഡിയേഷന്, ഹോമിസൈഡൽ ഐഡിയേഷൻ, അതൊക്കെ നമ്മൾ പണ്ടൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ റെയർ. ഈവൻ മെന്റൽ ഹെൽത്ത് ഡിസീസ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്ക് ചിന്തിക്കുമ്പോൾ എന്റെ ഏരിയയിൽ ഓർമ്മയെ വരുന്നില്ല. എന്തേലും ഉണ്ടേ പോലും ആരും പറയത്തുമില്ല. വിഷാദ രോഗം വളരെ റെയർ, ഇറ്റ് ഈസ് വളരെ റെയർ ആയിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ, ഞങ്ങളൊക്കെ ആയിരിക്കും ഈ രാജ്യങ്ങളിലൊക്കെ അത് ഒരു കോമണാ. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒത്തിരി ഫോൺ കോൾസ് എടുക്കുന്നത് എൻ്റെ ജോലിയോടനുബന്ധിച്ച് ചില പേഷ്യൻസ് പറയുമ്പോൾ ഒത്തിരി വിഷമം തോന്നും. മെന്റൽ ഹെൽത്ത് പേഷ്യൻസ് വിളിക്കുമ്പോൾ പറയുന്നു ഞാൻ 80 വയസ്സുള്ള വ്യക്തിയാ, പക്ഷെ എൻ്റെ മനസ്സ് ഓടുന്നത് 150 miles per hour. എൻ്റെ അർത്ഥം പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പൊ ആ മനുഷ്യൻ 80 വയസ്സുള്ള മനുഷ്യന് അയാളുടെ ഭാരങ്ങൾ അയാൾക്ക് വഹിക്കാൻ കഴിയുന്നില്ല. അയാളുടെ മനസ്സ് റൺ ചെയ്യുന്നത് 150 miles എന്നോട് പറഞ്ഞ് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് വാട്ട് മൈ കണ്ടീഷൻ, എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പൊ തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മള് ഈ ദൈവമക്കളായി തീരുവാന്, ഈ പെട്ടകത്തിലാകുവാൻ തന്ന ഭാഗ്യം വലിയ. നമുക്ക് പലപ്പോഴും അറിയത്തില്ല ദൈവമക്കളെ. കാരണം സ്പെഷ്യലി മോസ്റ്റ് ഓഫ് ദം നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. മേ ബി ഞാനും ഒരു സാമുദായിക കെട്ടുപാടിന് വന്ന് എന്നിരുന്നാൽ പോലും നമുക്ക് അവിടെ കുടുംബ പ്രാർത്ഥനയുണ്ട്, നമുക്ക് നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമുക്ക് നല്ല ആത്മീക ഫ്രണ്ട്സ് നമ്മുടെ ഭാരങ്ങൾ ചെന്ന് പറയും. നമുക്ക് എന്തോരം നല്ല സപ്പോർട്ട് സിസ്റ്റം ആണുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് ആ സപ്പോർട്ട് സിസ്റ്റം അവരുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു പേഴ്സണൽ കണക്ഷൻ ദൈവവുമായിട്ടില്ലെങ്കിൽ ഈ ഭാരങ്ങള് ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേർക്കും നമ്മളെല്ലാം മനുഷ്യരായി ഈ ജഡത്തിൽ താമസിക്കുന്നിടത്തോളം നമുക്കും മറ്റവർക്ക് തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കവറിംഗ് ഉണ്ട്. നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ദാറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഈസ് ഓൺലി ദ ഡിഫറൻസ് എന്ന് പറയല്ല, അതൊരു ബിഗ് ഡിഫറൻസ് ആണെന്ന് ഞാൻ പറയുക. കാരണം അങ്ങനെയുള്ള ജീവിതങ്ങള് അറിയാതെ അതിലകപ്പെട്ടു പോകുന്നു. ഇങ്ങനെ പ്രത്യേകിച്ച് പാശ്ചാത്യ പേരൻസിന്റെയും ഒരു ഹെൽപ്പ് ഇല്ലാതെ വരുമ്പം അവർ പിന്നെ ഡ്രഗിനെ ആശ്രയിക്കാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ആൽക്കഹോളിനെ ആശ്രയിക്കാൻ, റോങ് ഫ്രണ്ട്സിന്റെ വഴി പോകും. സോ അങ്ങനെ അറിയാതെ ഈ വഴിയിൽ നിന്നും മറ്റൊരു വഴി, ഇപ്പൊ നമ്മുടെ അനേക കുഞ്ഞുങ്ങളും ആ ഒരു ഡിറക്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ആന്റിയൊക്കെ പ്രാർത്ഥിച്ചപ്പം പറയാം, വളരെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കേണ്ട നാളുകളാണ് ഈ നാളുകളെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് പറഞ്ഞല്ലോ ചിന്തയും ചിന്താകുലവുമുണ്ട്. സോ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറയുന്നത്
അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇതിന്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ടോട് ഒന്ന് പറഞ്ഞോട്ടെ. ഇനി എന്റെ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തെ പറ്റി, അതിന് എഴുതാനുള്ള സാഹചര്യത്തെ പറ്റി ഒത്തിരി പറഞ്ഞ് സമയം കളയുന്നില്ല. എന്നാൽ ഒരു വാക്കില് പത്രോസ് അപ്പോസ്തലനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 5 അധ്യായമുള്ള ഈ പുസ്തകം, ഈ എപ്പിസ്റ്റൽ നോക്കുമ്പോഴേ നീറോ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ഏഷ്യ മൈനറിലെ ഒരു 3-4 സഭകൾ അതിന്റെ ഒന്നിൽ പറയുന്നുണ്ട്. ഗലാത്യ, കപ്പദോക്യ, ആസിയ, ബിദുനിയ, അങ്ങനെ പൊന്തോസ്, അങ്ങനെ ചില സഭകൾ പറയുന്നത്. ഇനി എന്റെ വിഷയം അതല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറയുന്നതേ ഉള്ളൂ. സോ അവർ കഷ്ടത്തിൽ കൂടി ഈ ദൈവജനം കടന്നുപോയി. ഈ ദൈവജനം കഷ്ടത്തിൽ കൂടി കടന്നുപോയ സമയത്ത് നമുക്ക് അത് നീറോ ചക്രവർത്തിയുടെ സമയത്ത് എന്നാണ് വേദ പണ്ഡിതാക്കൾ അവകാശപ്പെടുന്നത്. എന്നാൽ അത് എന്റെ വിഷയമല്ല. ഞാൻ ഇവിടെ ഒന്ന് കണ്ടത്, നമ്മൾ ഈ 5 അധ്യായം വായിക്കുമ്പോൾ പലയിടങ്ങളിലും ഈ പെർസിക്യൂഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു ജനത്തെ ധൈര്യപ്പെടുത്തുവാനായിട്ട് പല വാക്കുകളും പത്രോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കഷ്ടതയിൽ കൂടി കടന്നുപോയ, അല്ലെ പെർസിക്യൂഷനിൽ കൂടി കടന്നുപോയ ഒരു ജനത്തോട് അവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട് പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ഒരു ലേഖനമാണെന്ന് നമുക്കിത് വായിക്കുമ്പോൾ, ഈ 5 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ അതിന്റെ ആദ്യത്തെ നമുക്കൊരു വലിയ പ്രോമിസാ തന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ചിന്ത ആകുലമായി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു. അതിന്റെ താഴെ അതിന്റെ 8ാമത്തെ വാക്യം നോക്കുമ്പോൾ ഒരു വാണിംഗ് കൊടുക്കും അവരോട്. നിങ്ങൾ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിക്കുവീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടിവെന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. സോ ദൈവമക്കൾ, ഇത് എല്ലാവർക്കും ഉണ്ട് ഇല്ലേ? ഇതാ മറ്റേ ദൈവത്തെ അറിയാത്ത അവരെ അത്രയും ഫോക്കസ് ചെയ്യുന്നില്ലായിരിക്കും, അവരെ അത്ര എയിം ചെയ്യുന്നില്ലായിരിക്കും. ശത്രുവിന് നന്നായി അറിയാം നമ്മുടെ ഫ്യൂച്ചർ എന്തുവാണെന്ന്. നമ്മൾ ആ മഹത്വമുള്ള ആ ഒരു പ്രത്യാശയിലേക്ക് നീങ്ങുന്നവരാണെന്ന് ശത്രുവിന് നമ്മളെക്കാളും നന്നായി അറിയാം. അതുകൊണ്ട് നമുക്ക് ഈ ചിന്തയും ആകുലവും ഒക്കെ നോർമൽ. എന്നിരുന്നാലും അതിന്റെ പുറകിന് പോകുവാൻ, അല്ലെ അതിനെ പിന്തുടരുവാൻ ശത്രുവിനെ അനുവദിക്കരുത്. വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആശ്രയിപ്പാൻ ഒരു ഇടമുണ്ടെന്ന് മനസ്സിലാക്കണം. സകല ചിന്താകുലം ഇട്ടുകൊള്ളുവാനായിട്ട് നമ്മെ കരുതുന്ന ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പ്രതിയോഗിയായ പിശാച്, അവൻ സിംഹമല്ല, അവൻ സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ട അവന്റെ ടാക്ടിക്ക് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അറിയാതെ അതിലൊരു വ്യക്തിയായി ഈ സത്യം കിട്ടിയ ഈ വെളിച്ചം കിട്ടിയ നമ്മൾ അറിയാതെ അതിലേക്ക് ഒഴുകിപ്പോവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ വിചാരിക്കും നമ്മുടേതായ സ്ട്രാറ്റജീസ് ഒക്കെ, പലരും പലതരത്തിലെ സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അവരൊരു വിക്ടോറിയസ് ലൈഫ് നടത്താൻ. ദൈവമക്കളെ, ഒരു സ്ട്രാറ്റജീസ് വിൽ നോട്ട് ഹെൽപ്പ് യു അതർ ദാൻ ദ വേർഡ് ഓഫ് ദ ലോർഡ്. എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്റെ ലൈഫിൽ ഞാൻ കണ്ടതാണ്. നമുക്ക് തുടർന്ന് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. സോ ഇവിടെ നമ്മളോട് പറഞ്ഞത്, നമ്മൾ ചെയ്യേണ്ടത് ആസ് എ ക്രിസ്ത്യൻ നിർമ്മതരായിരിക്കും, ഉണർന്നിരിപ്പിൻ. അതിന് ഇംഗ്ലീഷ് ബി സോബർ ഇൻ സ്പിരിറ്റ്. അതിനകത്ത് ഭയങ്കര ചൂടെ ഒരു അർത്ഥമുണ്ട്, ബി സോബർ ഇൻ സ്പിരിറ്റ്. അത് കഴിഞ്ഞ ബി അലേർട്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. അതിനുശേഷം നമ്മൾ പറഞ്ഞത് അതിന്റെ മേളിലോട്ട് നോക്കിയാൽ, നമ്മൾ ആസ് എ ക്രിസ്ത്യൻ നമ്മൾ അറിയേണ്ടത് ദൈവം, 5ാമത്തെ വാക്യത്തിന്റെ പകുതി ഞാൻ വായിക്കുന്നു, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. കർത്താവ് നമ്മളെ കൂടി ആഗ്രഹിക്കുന്ന ഒരു കണ്ടിന്യൂസ് ഫെലോഷിപ്പാ. ഒരു ഭാരം വരുമ്പോൾ ഓടിച്ചെന്ന് പറയുന്നതല്ല, ഒരു കണ്ടിന്യൂസ് ഫെലോഷിപ്പാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. താഴ്മയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് എപ്പോഴും പല വചനത്തിലെ പല ഭാഗങ്ങളും നിഗളികളോട് അവൻ എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അധികം കൃപ തരുന്നു. അതിനുശേഷം നാം വീണ്ടും വായിക്കുന്നത്, കർത്താവ് നമ്മളോട് പത്രോസ് അപ്പോസ്തലന്റെ പരിശുദ്ധാത്മാവിൽ പറയുന്ന, ദൈവമക്കളെ, നിങ്ങൾ തന്നെയല്ല കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നത്. അതിന്റെ 9 നോക്കിക്കേ, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത്, ആരോട്? സാത്താനോട്, പിശാചിനോട് എതിർത്ത് നിൽക്കുകയും. അപ്പൊ നമ്മൾ ഒരു ഭാരം നമ്മുടെ ജീവിതത്തിൽ, മക്കളെ, ഞാനും പ്രയാസങ്ങളിൽ കൂടി, ആൻസർ കിട്ടാത്ത വിഷയങ്ങൾ കൂടി ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാ പല വിഷയങ്ങൾക്കും. സോ അപ്പൊ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് ഈ ദൈവത്തെ സ്തുതിപ്പാനായിട്ട് പറ്റത്തില്ല. സോ നമ്മളോട് പറയും, നിങ്ങളുടെ സഹോദരൻ, നമ്മൾ അറിയുന്നില്ല, നോക്കുമ്പോൾ അവർ ചിരിക്കുന്ന മുഖത്തോടെ നമ്മൾ കാണുമ്പോൾ, അവർക്കൊരു കുഴപ്പമില്ല, എനിക്കെന്നും കഷ്ടമാണല്ലോ, അല്ലെ ഞാൻ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ട് എന്നും എനിക്ക് എന്തേ ഈ ഭാരം, നമ്മൾ അറിയാതെ ഞാനും ചോദിച്ചു പോകുന്നതാ. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുക,
നിങ്ങളുടെ സഹോദരവർഗ്ഗങ്ങൾ ഇതുപോലൊക്കെയുള്ള കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്, നീ എന്തോ ചെയ്യണം. എന്തോ പറയുന്നു അതിനകത്ത് ഒന്നും കൂടെ വായിക്കുന്നു. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുകയും. അപ്പൊ പല കാര്യങ്ങൾ നമ്മളിപ്പം പറഞ്ഞു. ആദ്യം പറഞ്ഞു താഴ്മയുള്ളവരായിരിക്കാൻ പറഞ്ഞു, പിന്നെ പറഞ്ഞു നിർമ്മതരായി, ബി സോബർ ഇൻ സ്പിരിറ്റ്, എനിക്ക് ആ വാക്കാ ഇഷ്ടം. പിന്നെ പറഞ്ഞു എന്തുവാ, നിർമ്മതരായി ഉണർന്നിരിക്കുവിൻ, ബി അലേർട്ട്, അല്ലെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞോ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുകയും. നമുക്ക് ആ എതിർത്ത് നിൽക്കുന്ന എങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് അവിടേക്ക് കടന്നു വരാം. എന്നിട്ട് പിന്നെ പറയുന്നു എന്തുവാ, ഇതുപോലെ നിങ്ങളുടെ സഹോദരവർഗ്ഗങ്ങൾ കടന്നു പോകുന്നുണ്ട്. ലാസ്റ്റിൽ അതിന്റെ 10ാമത്തെ വാക്യം പറഞ്ഞു, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ കൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വചനമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ കർത്താവ് പറയുക നമ്മളോട്, അല്പകാലത്തേക്ക് മാത്രമാ. ഓർക്കണം, ഈ കഷ്ടപ്പെടുന്ന നമ്മൾ സുഖമായി ഇവിടെ ഇരിക്കുക, കഷ്ടപ്പെടുന്ന ജനത്തോട് പറയുക ഇത് അല്പകാലത്തേക്കേ ഉള്ളൂ ഈ കഷ്ടം. എന്നാൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന എന്തിനാ? നിത്യ തേജസ്സിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ബിക്കോസ് എന്തോ പറഞ്ഞ അവൻ നിങ്ങൾക്കായി കരുതിയ. അപ്പം അത് ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റി. കർത്താവ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഇല്ലേ. അവൻ നമ്മളെ യഥാസ്ഥാനം എന്തുവാ, നമ്മൾ എവിടുന്ന് അത് മൂവ് ചെയ്തു പോയോ തിരിച്ച് നമ്മളെ അവിടെ കൊണ്ടുവരിക, യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. സോ പത്രോസ് അപ്പോസ്തലൻ ശക്തമായിട്ട് ഈ ദൈവമക്കളോട് ഈ ദൈവവചനം പറഞ്ഞ് ചിന്താകുലത്തിൽ കൂടി കടന്നു പോന്ന, പെർസിക്യൂഷനിൽ കൂടി കടന്നു പോന്ന മക്കളെ പറഞ്ഞ് ഉറപ്പിക്കുന്ന നമ്മൾ കണ്ടത്. ഇനി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഫിലിപ്പിയ ലേഖനം 4:6-7 വരെയുള്ള വാക്യങ്ങൾ. ആരെങ്കിലും ഒരാൾ വായിക്കാമെങ്കിൽ സഹായമായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം എന്ന് പറയാൻ നമുക്കറിയാവുന്നല്ലേ, കാരാഗ്രഹ ലേഖനമാ. അപ്പൊ സുഖമായി ഇരുന്ന് എഴുതല്ല. പൗലോസ് അപ്പോസ്തലനെ കാരാഗ്രഹത്തിലിരുന്ന് ആ പ്രയാസത്തിലെ കഷ്ടത്തിലിരുന്ന് എഴുതിയ ലേഖനം ജനത്തെ ഫിലിപ്പിയരുടെ അതിനകത്ത് മുഴുവൻ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞു. ഞാൻ അതിനകത്തോട്ട് പോകുന്നില്ല. എന്നാൽ ഈ വചനം ഞാൻ ഒരു വർഷം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും കർത്താവിനോട് പറഞ്ഞു, പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെ. സോ അതാണ് നമുക്ക് വേണ്ടി, സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം. സോ ഒന്നിനെ പറ്റി വിചാരപ്പെടരുതെന്ന് പറഞ്ഞാലും മനുഷ്യരായിരിക്കുമ്പോൾ നമുക്ക് അതിന് കഴിയത്തില്ല. എന്നാൽ നമ്മൾ കർത്താവുമായിട്ട് ആ ഒരു ഫെലോഷിപ്പിൽ ചേർന്ന് നടന്നാല് ആ സർവശക്തന്റെ സമാധാനം. ഞാൻ അവിടെ ഒരു ഈ ദിവസങ്ങളിൽ നടന്ന ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞു മുന്നോട്ട് പോട്ടെ. കാരണം എനിക്ക് നിങ്ങളോട് വീണ്ടും ഈ വചനം പറഞ്ഞ് ഉറപ്പിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നു. ഞാൻ ഒരു മാസം 1.5 മാസത്തിന് മുമ്പ് ഞാനൊരു പ്രത്യേക വിഷയത്തിൽ വളരെ ഭാരപ്പെട്ടു, ഒത്തിരി ഭാരപ്പെട്ടു, ഉപവസിച്ചു, വളരെ പ്രയാസത്തിൽ കൂടി ഞാൻ കടന്നുപോയി. സോ ആ സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും മനസ്സിനൊരു സമാധാനം എനിക്ക് വരുന്നില്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞാൻ എന്റെ പ്രയർ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. അതാണ് ഇന്ന് രാത്രികാലം നമ്മൾ വായിച്ച വചനം, അവൻ നിങ്ങൾക്കായി കരുതാൻ. ആ ഒരു ശബ്ദം ഞാൻ കേട്ടതിന് ശേഷം എന്റെ മനസ്സിൽ നിന്ന്, നിങ്ങൾ വിശ്വസിക്കത്തില്ല, അത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പോലെ ആ ഭാരം എന്നിൽ നിന്ന് നീങ്ങി. അപ്പൊ ഞാൻ എപ്പോഴും ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ ആരെങ്കിലും പറയുമ്പോൾ ഞാൻ വളരെ ഭയത്തോടെ ഇത് ടേക്ക് കെയർ ചെയ്യുന്ന ആളാണ്. കാരണം നമ്മളോട് ഞാൻ ഈ ഓരോ വാക്കും ഇവിടെ പറയുന്നത് അങ്ങനെ സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് മറുപടി കൊടുക്കുവാൻ ബാധ്യസ്ഥയാ. ഞാൻ അതുപോലെ ജീവിച്ചില്ല. കാരണം വളരെ ഭയത്തോടെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഋജികോശി ബ്രദർ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ കർത്താവ് ഞാൻ ഏത് വചനത്തെ പറ്റിയാ സംസാരിക്കേണ്ടത്, പെട്ടെന്ന് ദൈവാത്മാവ്. എന്നിട്ട് ഞാൻ മനസ്സിന് അതിനെ മാറ്റാനായിട്ട് നോക്കി. പിറ്റേ ദിവസം പിന്നെ ഇത് തന്നെ പറഞ്ഞപ്പോ എനിക്കറിയാം ഇതിനകത്ത് 100% ആൾക്കാരോടാണോ സംസാരിക്കുന്നത്, ഐ ഡോണ്ട് നോ, ബട്ട് ഐ ആം ഷുവർ, 100% ഷുവർ ദാറ്റ് ഇതിനകത്ത് ഉള്ള ചില ജീവിതങ്ങൾക്ക് ഈ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം ദൈവ ശബ്ദം ഹല്ലേലൂയ കേൾക്കുമ്പോൾ നിങ്ങൾ അത് ഏറ്റെടുത്താൽ, അത് ആരെന്ന് എനിക്കറിയില്ല,
പക്ഷെ ഞാൻ ധൈര്യത്തോടെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേലെ അത് വിടുതലായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി ഈ രാത്രികാലം വിശ്വസിക്കുന്നു. ഞാൻ ഇനിഷ്യലി പറയണ്ടെന്ന് വിചാരിച്ച പിന്നെ എന്നെ ദൈവാത്മാവ് പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് അത് വീണ്ടും പറഞ്ഞത്. സോ നമ്മളിപ്പോ രണ്ട് കാര്യം, പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മൾ കേട്ടു, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു ഭാഗം നമ്മൾ വായിച്ചു. എന്നാൽ നമുക്കിനി യേശുക്രിസ്തു എന്തുവാ പറയുന്നത് നോക്കാം. ഇത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം നമുക്ക്. അതിനകത്ത് 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല, അത് മുഴുവൻ ഞാൻ ചിന്തിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ വായിക്കുന്നതേ ഉള്ളൂ. വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് ചിന്തിപ്പി. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. യേശുക്രിസ്തു പറഞ്ഞതാണ്, ഇതെല്ലാം നമുക്ക് കാണാതെ അറിയാവുന്നതാ. എന്നിരുന്നാലും ഈ വചനം നമ്മളെ ഈ പകൽക്കാലം വീണ്ടും ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരണം. ഇതിനകത്ത് നമ്മൾ പറയാം, വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും. അതിൽ ഇംഗ്ലീഷിൽ ചില വേർഷൻ നോക്കുമ്പോഴേ ഈ വിചാരപ്പെടുന്നത് കൊണ്ട് നിന്റെ മണിക്കൂറിന്, നിന്റെ ആയുസിന്റെ മണിക്കൂറിന് 1 മണിക്കൂർ കൂട്ടാൻ നിനക്ക് കഴിയത്തില്ല. ചിലതിനകത്ത് വായിക്കുന്നുണ്ട് നിന്റെ നീളത്തോട് ഒരു മുഴം. എനിക്കതിനേക്കാളും എൻ്റെ ആയുസിനെ എനിക്ക് ഇഷ്ടപ്പെട്ട വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്കത് ഇംഗ്ലീഷിന്റെ മലയാളത്തിന്റെ ഡിഫറൻസ് അല്ല നോക്കേണ്ട. കർത്താവ് നമ്മളോട് പറയുന്നത് വേറൊരു തലമുടിയെ വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നമുക്ക് കഴിയത്തില്ല. ദൈവമക്കളെ, നമ്മളെ മനുഷ്യരാക്കി കർത്താവ് ഇവിടെ നിർത്തിയിരിക്കുമ്പോഴേ നമുക്ക് അവൻ മതി, അവന്റെ കൃപ മതി. അങ്ങനെ ഈ ദിവസങ്ങളിൽ, കാരണം നമുക്ക് മാറ്റാൻ കഴിയാത്ത വിഷയങ്ങളെ പറ്റി ഭാരപ്പെട്ടിട്ട് നമ്മളിന്ന് ഭാരപ്പെട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാന്നല്ലാതെ ഒരു പറഞ്ഞ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ്, നമ്മളെ കർത്താവ് വിളിച്ച ജയാളികളായി ജീവിപ്പാനായിട്ട് നമ്മളെ വിളിച്ചത്, അത് ചെയ്യാൻ കഴിയാതെ ഒരു ഡിസപ്പോയിന്റഡ് ആയിട്ട് ലോകമാർഗത്തിൽ നടന്നു അതുമില്ല, ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠോ അതുമില്ല. ഇതിന് മിഡിലായി റെവലേഷനിൽ പറഞ്ഞെന്തുവാ, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു, ശീതോഷ്ണവാനം നിന്നെ വായി നുമ്മിണ് കളയുന്നവർ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ വിചാരിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന, ഞാൻ ആ ഒരു വിഷയം ഞാൻ ഉദ്ദേശിച്ച സമയത്ത് ആൻസർ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഭാരമായിപ്പോയി. എന്നാൽ കർത്താവ് എന്നെ അതിൽ കൂടിയും പഠിപ്പിച്ചു. അതാ നമ്മുടെ ക്രിസ്തീയ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും പിതാവാ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ പിതാക്കന്മാർ അല്ലെ മാതാക്കന്മാർ നമ്മളെ ഓരോ കാര്യങ്ങൾ അഡ്വൈസ് ചെയ്ത് പഠിപ്പിക്കുന്നത് പോലെ കർത്താപ്പച്ചൻ അങ്ങനെ വേണം നമ്മുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ. ഇത് കർത്താവ് എങ്ങാണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ഇങ്ങോട്ട് വരുന്ന വ്യക്തിയായിട്ട് അങ്ങനെയല്ല. ദൈവം നമ്മളിൽ വസിക്കുവല്ലേ, കർത്താവ് നമ്മളിൽ വസിക്കുക, പരിശുദ്ധാത്മാവ് വസിക്കുക. അതുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ കടന്നുപോയാൽ ചില കാര്യങ്ങൾ താമസിക്കുമ്പോഴേ ഞാൻ എന്നോട് തന്നെ പറയും, പാൽക്കാലം കർത്താവിനൊരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കി മുന്നേറുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. ഈ പഴയ കാലത്ത് യേശുക്രിസ്തുവിന്റെ കാലത്ത് നോക്കുമ്പോൾ അവരുടെ ഭാരങ്ങള്, അവർക്ക് ആഹാരം, വസ്ത്രം, നമുക്ക് ഈ കാലഘട്ടത്തിൽ അതൊക്കെ ദൈവം ധാരാളമായി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഭാരങ്ങളായി. കർത്താവ് നമ്മളോട് വ്യക്തമായി പറയുന്ന, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ ഓരോരുത്തരും പറഞ്ഞ നമ്മൾ കേട്ടൂടെ, നമ്മളോട് പറഞ്ഞതാരാ? പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറഞ്ഞത് എന്തുവാ? താഴ്മ ധരിക്കുക. താഴ്മ നമ്മളിൽ പലപ്പോഴും കുറവ് വന്നു പോകുന്നുണ്ട്. അതെല്ലാം ശത്രു ഒരായുധമായി എടുക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് താഴ്മ ധരിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് എന്തുകൊണ്ട് നിഗളികളോട് അടുത്ത് ദൈവം നിൽക്കുന്നില്ല, അവൻ എതിർത്ത് നിൽക്കും. അവിടെ താഴ്മ ധരിച്ചുകൊണ്ട് ജീവിപ്പാൻ, നിർമ്മതരായി ജീവിപ്പാൻ, ഉണർന്നിരിപ്പാനായിട്ട്. പിന്നെ പറഞ്ഞെന്തുവാ? നിങ്ങൾ അൺനെസസറി വറിയ, നിങ്ങളുടെ സഹോദരവർഗ്ഗങ്ങൾ കടന്നു പോകുന്നുണ്ട്, നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസത്തിൽ നിലനിൽക്കുക. എന്നിട്ട് പറയുന്നത്, ഇത് അല്പകാലത്തേക്കേ ഉള്ളൂ, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? നിത്യമായുള്ളൊരു വിളിയാണ് നിങ്ങളെ. അതിൽ ഒന്നിലും വീണു പോകാതെ അതിനു വേണ്ടി ഉറച്ചു നിൽക്കുക. കർത്താവ് തന്നെ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചു കൊള്ളുവെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോഴേ
പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ നിന്ന് തന്റെ ജനത്തിന് ലേഖനം എഴുതി പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിങ്ങൾ സ്തോത്രത്തോടെ പറയുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ സർവശക്തൻ ഹല്ലേലൂയ സ്തോത്രം നമ്മളോട് ഈ പകൽക്കാലം പറയുന്നത് വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴമേ കൂട്ടുവാനോ കുറപ്പാനോ നമുക്ക് കഴിയത്തില്ല. പറയുന്ന മുന്നമേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിച്ചാൽ ഇതൊക്കെയും എന്തുവാ നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ. പക്ഷെ തിങ്ക് അബൌട്ട് ഇറ്റ്, നമുക്ക് കർത്താവിന്റെ സമയത്ത് കിട്ടുന്നതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പാൻ. ഈ ലോകത്തിൽ നമ്മളല്ലാതെ മാറ്റാരോ ഇപ്പോൾ കർത്താവ് ഇവിടെ വന്നു, കർത്താവ് തന്റെ ജനത്തെ ഒരുക്കി. നമ്മളും ഒരു സുപ്രഭാതത്തിൽ ഈ സത്യം അറിയാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. നമ്മൾ ഇനി മറ്റുള്ളവരോട് അത് അറിയിച്ചില്ലെങ്കിൽ നമ്മൾ ഈ വ്യാകുലം നിറഞ്ഞ് എന്നാ നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കിക്കേ. സോ ഈ ദിവസങ്ങളിലെ നമുക്ക് ആൻസർ കിട്ടാത്ത വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനൊക്കെ ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി മറുപടി ഒരുക്കി തരും. കാരണം എന്തോ അവൻ നമുക്കായി കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്താകുലം കൊണ്ട് നടക്കാൻ പറയുന്നില്ല, ഇറക്കി വെക്കാം, അവനിൽ ഇറക്കി വെക്കാനായിട്ടാണ് പറയുന്നത്. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന ഒരു വകട് 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 11 അതിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. യേശുക്രിസ്തു പറഞ്ഞതായത് അല്ലേ, നമ്മളോട് ഈ പകൽക്കാലം പറയുക ഈ വചനത്തിൽ കൂടി, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. ഒരാളെ അല്ല വിളിച്ചത്. അന്നത്തെ ശിഷ്യന്മാരെ മാത്രമായിട്ട് വിളിക്കായിരുന്നു. കർത്താവ് അന്നേ പരിശുദ്ധാത്മ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പിന്നെ പറഞ്ഞ ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റ് കൊണ്ട് എന്നോടുകൂടെ പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. നമ്മളിവിടെ പറയുമ്പോൾ നമ്മൾ പത്രോസ് അപ്പോസ്തലനെ നമ്മൾ പറഞ്ഞ താഴ്മ, കർത്താവ് നമുക്ക് എങ്ങനെ ആ മുഖം എടുക്കാതെ എങ്ങനെയാ കർത്താവിനോട് പഠിക്കാൻ പറ്റുന്നത്? കർത്താവ് ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിടേണ്ടത് നമ്മൾ വിടാതെ ഞാൻ താഴത്തില്ല, അല്ല ഞാൻ ക്ഷമിക്കത്തില്ല, ഇല്ല ഞാനല്ല തെറ്റ് ചെയ്തത്, അവനാ തെറ്റ് ചെയ്ത, അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മുന്നേറിയാൽ കർത്താവിനെ എങ്ങനെ കർത്താവിന്റെ മുഖം നമ്മളോട് ചേർത്ത് വെച്ച് ഒന്നിച്ചു പോകാനായിട്ട് അല്ലെങ്കിൽ ഭാരം എടുക്കുവാനായിട്ട് കഴിയും. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുക ദൈവമക്കളെ, ഈ ദിവസങ്ങളിലെ ദൈവം നമ്മൾ മാനുഷികമായി വിചാരിച്ച ഒരാളോട് ക്ഷമിച്ചാലും പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ അതൊരിക്കലും നിലനിൽക്കുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ഭാരങ്ങള് ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ നുകം എന്ന് പറയുമ്പോൾ സ്ലേവറിയെ കാണിക്കുന്നതാണല്ലോ നുകം എന്ന് പറയുമ്പോഴേ. പിന്നെ നമ്മള് മലയാളികളായി നമുക്കറിയാം പണ്ടല്ല ഈ കാളവണ്ടിയല്ല 2 ഇത് വെച്ചിട്ട് അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, 2 പേര് ഒരുപോലെ വർക്ക് ചെയ്യാണ്, ഇല്ല 2 കാളകൾ ഇപ്പൊ ചുമക്കും. ആ ഒരു പിക്ചർ ഒന്ന് ചിന്തിച്ചേ, കാരണം നമുക്ക് ഇതിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നമുക്കിത് പഠിക്കാം. സോ ആ 2 കാളകൾ 2 സൈഡിൽ നിൽക്കുന്നു, ആ നുകൽ അതിന്റെ കഴുത്തിലെ കെട്ടുന്നു. സോ ഇത് ഒരു കാള വീക്കാണെങ്കിൽ അത് ടയേർഡ് ആണെങ്കിലും ഈ മറ്റേ കാള പോകുന്നിടത്തോളം ഇതും വലിച്ചേ പറ്റത്തുള്ളൂ. ഭാരം പുറകിൽ ഇരിക്കുക ഇല്ലേ, കാള വണ്ടിയിൽ ഭാരം ഇരിക്കുക. ഇതെല്ലാം നമുക്ക് ആ ചിത്രം ഇങ്ങനെ ഹൃദയത്തിൽ വരുന്നുണ്ടല്ലോ. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, കർത്താവ് നമ്മളോട് ഇവിടെ പറയുന്ന എന്തുവാ, അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവർ എന്റെ അടുത്ത് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പിന്നെ കർത്താവ് പറയുന്നത് എന്തുവാ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകൻ എന്റെ കർത്താവിന്റെ മുഖം എന്തുവാ, ആ വെച്ചിരിക്കുന്ന മുഖം അത് ചിന്തിക്കാം, അത് സൗമ്യതയും താഴ്മയുമാണ് ഇല്ലേ. അതുകൊണ്ട് എന്തോ പറയുക, എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. പിന്നെ എന്റെ മുഖം എന്തുവാ, മൃദുവാ, അല്ല കാളയുടെ മണ്ടയ്ക്ക് വെക്കുന്ന ഭാരമുള്ളത് നമ്മുടെ മണ്ടയ്ക്ക് കയറ്റി വെക്കുമല്ല. ഇതിന്റെ സാഹചര്യം നമ്മൾ ചിന്തിച്ച സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇത് ഈ ഫാരിസീസ് ആ സമയത്ത് പരീശന്മാരും അവരൊക്കെ ഈ ശബത്തിനെ പറ്റിയുള്ള ചുമ്മാ കുറെ നിയമങ്ങൾ കൊണ്ടുവന്ന് സാധാരണക്കാരുടെ മണ്ടയ്ക്ക് കൊണ്ടുവച്ച് ഇന്നത് ചെയ്യണം, കാളയെ അഴിക്കരുത്, പശുവിനെ അഴിക്കരുത്, ശാബത്ത് എല്ലാവരും ഒരു ന്യായപ്രമാണം അങ്ങനെ ചുമ്മാ അതും കാണാതെ പഠിച്ച് തലയ്ക്കകത്ത് വെച്ച്, അത് ഹൃദയത്തിലല്ല തലയിൽ വെച്ച് പ്രയോഗിക്കുമായിരുന്നു അവര്. അപ്പൊ അത് കാരണം ഈ കഷ്ടം അനുഭവിക്കുന്നവരുടെ മണ്ടയ്ക്ക് കുറെ കൂടെ ഭാരം, അല്ലെ സ്ലേവ്സിന് കുറെ കൂടെ ഭാരം. അപ്പൊ കർത്താപ്പച്ചൻ വിളിക്കുക, നിങ്ങൾ അധ്വാനിക്കുക ഭാരം, നിങ്ങൾ എന്റെ അടുത്ത് വാ, എന്റെ മുഖം മൃദുവാ, എന്റെ ചുമട് ലഘുവാ. അപ്പൊ നമ്മൾ വലിയ ഭാരം, നമ്മുടെ ആ വലിയ ഭാരം
കർത്താവിന്റെ കരങ്ങളിലോട്ട് കൊണ്ടു കൊടുത്ത് എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോടുകൂടെ പഠിക്കുവീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം. നമുക്ക് അതാ വേണ്ടതില്ലേ? നമ്മുടെ ചിന്താകുലത്തിൽ നമ്മൾ അലയുമ്പോൾ വലയുമ്പോൾ നമുക്ക് വേണ്ടത് ആശ്വാസമാണ്. സോ കർത്താപ്പച്ചൻ നമ്മളോട് പ്രോമിസ് ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും, കാരണം എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണെന്ന് സർവശക്തൻ പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യം കൂടെ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 55:8 വാക്യം ഞാൻ വായിക്കുന്നു. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ ഉയർന്നിരിക്കുന്നു. ഇതേ മക്കളെ, നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്നെ ചേർത്ത് വരുന്നതുണ്ടല്ലോ, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു, നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്, നമ്മളോ അറിഞ്ഞുകൊണ്ടെന്നാണോ ഐ ഡോണ്ട് നോ, മേ ബി നമ്മളപ്പം അങ്ങ് എക്സ്പെക്ടേഷനാണ് നമുക്ക്, നമ്മൾ കർത്താവിനെ സേവിച്ചല്ലോ, അല്ലെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചല്ലോ, അതുകൊണ്ട് കർത്താവ് എൻ്റെ കാര്യം ഇങ്ങനെ 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 ഇന്ന സമയത്ത് ചെയ്തു തരണം, അല്ലെ ഞാൻ പറഞ്ഞ കാര്യം കൂടെ പറയാം. അപ്പൊ നമ്മൾ അതങ്ങനെ നമ്മുടെ ഒരു ഹൃദയത്തിന്റെ ഒരു ചിന്ത വെച്ച് കർത്താവിനെ ആ രീതി കൊണ്ടുവന്ന് കർത്താവിനെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കണം സർവശക്തൻ ആരാണെന്നുള്ളത്, ഈ അഖിലാണ്ടത്തിന്റെ ഉടയവൻ ആരാണെന്നുള്ളത്. അപ്പൊ സർവശക്തൻ നമ്മളോട് പറഞ്ഞേ, എൻ്റെ വിചാരമല്ല നിങ്ങളുടെ വിചാരങ്ങള്, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികള്. കമ്പയർ ചെയ്യുന്ന എങ്ങനെയാ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ആണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കിയാലുണ്ടല്ലോ, നമ്മുടെ പകുതിയും ഭാരങ്ങൾ നമുക്ക് ഒഴിക്കാനായിട്ട് കഴിയും. അല്ലെ പകുതിയും സങ്കടങ്ങള്, ദുഃഖങ്ങൾ, കർത്താവിനോട് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒഴിവാക്കാൻ കഴിയും. പക്ഷെ ഒന്ന് ചിന്തിക്കണം, അവൻ നിനക്കായി കരുതുന്ന ദൈവമാ, തക്ക സമയത്ത് പ്രവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാ. കാരണം അവൻ നമ്മെ ആശ്വാസം തന്നു വഴി നടത്താൻ വാക്ക് തന്ന ദൈവമാ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ സകല വിചാരങ്ങളും നമ്മുടെ ഭാരങ്ങളും ഒക്കെ ഇറക്കി വെക്കാം. സോ നമ്മൾ ഈ പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. സോ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ അത് നിർമ്മതരായി ഉണർന്നിരുന്നില്ലെങ്കിൽ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് നോക്കി ചുറ്റി നടക്കുന്നു, അവന്റെ ഇരയായി തീരുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോ അതിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കാനായിട്ട് നാം ആസ് ക്രിസ്ത്യൻസ് നമ്മൾ എന്തോ ചെയ്യണമെന്ന് എഫേസ്യ ലേഖനം 6:10-18 വരെയുള്ള വാക്യങ്ങൾ ജസ്റ്റ് വായിച്ചു വിടുന്നതിൽ അതിനുശേഷം എൻ്റെ സാക്ഷ്യം ചെറുതായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എഫെസ്യർ എത്ര ആൻറ്റി? 6:10-18 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. അത് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ആമേൻ. ഹല്ലേലൂയ. ഇതും നമ്മൾ മുമ്പേ ഫിലിപ്പ ലേഖനം വായിച്ചതുപോലെ എഫേസ്യ ലേഖനം ഒരു കാരാഗ്രഹ ലേഖനമാണല്ലോ. പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ജനത്തോട് പറയുന്നത് എന്തോ പറഞ്ഞ, പിശാചിന്റെ തന്ത്രങ്ങളോട്, അതിന്റെ 10 പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. സോ ദൈവമക്കളായ നമ്മുടെ ആയുസ് അല്ലെ നമ്മുടെ ജീവൻ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്ന നിമിഷം വരെ നാം ധരിക്കേണ്ടതാണ് ദൈവത്തിന്റെ സർവായുധ വർഗം. അല്ലെങ്കിൽ നമ്മൾ എത്ര ശക്തരാണെന്ന് പറഞ്ഞാലും, ഇല്ല നമ്മളിപ്പോ 50 ദിവസം ഫാസ്റ്റിംഗ് എടുത്തു, ഫുൾ വെള്ളം കുടിക്കാതെ ഫാസ്റ്റിംഗ് എടുത്തു, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അത് ചെയ്തു, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, ക്ലെയിം ചെയ്യാം. ദൈവമക്കളെ, നമുക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യരാ. നമ്മുടെ ഈ ജഡം നമ്മെ വേർവിട്ട് പോകുന്ന നാൾ അന്ന് വരെ നമ്മൾ പ്രോണായി സിന്നിന് നമ്മൾ ഇമ്മ്യൂണേ അല്ല. അതുകൊണ്ട് കാരണം നമ്മൾ സ്വർഗത്തിൽ വസിക്കുവാൻ, നമ്മൾ പറയുന്ന സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ആ ഒരു
ആ ഒരു കൺസെപ്റ്റ് അല്ല, നമ്മൾ ജഡത്തിൽ ജീവിച്ചുകൊണ്ടാണ് കർത്താവ് നമ്മളിൽ വസിക്കുന്നത്. സോ അതുകൊണ്ട് ഈ സർവായുധ വർഗം നമ്മൾ ധരിച്ചില്ലെങ്കിൽ നമ്മൾ അറിയാതെ ആ ശത്രുവിന്റെ തന്ത്രത്തിലെ വീഴുവാനായിട്ട് ഇടയായിത്തീരും. ഇതിനകത്ത് വീണ്ടും 12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നമ്മൾ പലപ്പോഴും ശത്രു കൊണ്ടുവരുന്ന നമ്മുടെ സഹോദരങ്ങളായിരിക്കും നമുക്ക് എതിരായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലെ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതാണ് ശത്രുവിന്റെ ടാക്ടിക്, അതിന്റെ തന്ത്രം അതാ. നമ്മളപ്പം അവരുമായിട്ട് പിണങ്ങി, അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ അവരെ പറ്റിയുള്ള മുഖത്ത് ചിരിച്ചു കാണിച്ചാൽ ഹൃദയത്തിൽ ആ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ സർവശക്തി നമ്മുടെ ഹൃദയങ്ങളെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമായി അല്ലേ. അതുകൊണ്ട് നമുക്ക് ഹൈഡ് ചെയ്തൊന്നും കർത്താവിന്റെ സ്ഥാനത്ത് മനുഷ്യരോട് നമുക്ക് ഹൈഡ് ചെയ്ത് ചിരിച്ച, ഇപ്പൊ ഞാൻ എന്റെ ഹൃദയത്തിൽ എന്തോ നിങ്ങൾ അറിയുന്നില്ല, ഞാൻ ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിച്ച് എന്റെ ഹൃദയത്തിൽ ഇപ്പൊ എന്തോ നിങ്ങൾ അറിയുന്നില്ല, എനിക്ക് നിങ്ങളെ മറയ്ക്കാം. എന്നാൽ അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ള സർവശക്തിന് മുമ്പിൽ മറയ്ക്കപ്പെടുന്നത് ഒന്നുമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ നമുക്ക് ചിന്തിക്കാം, എന്താണ് ഏത് കാര്യമാണ് കർത്താവേ നിന്റെ സന്നിധിയിലോട്ട് ഒരു പടിയോട് അടുത്ത് വരുവാൻ തടസ്സമായിട്ട് എന്നിലുള്ളത് സർവശക്ത, ഞങ്ങൾക്കത് ഈ ദിവസങ്ങളെ കാണിച്ചു തന്നു. അതിൽ നിന്നൊരു വിടുതല് ഹല്ലേലൂയ നമുക്ക് എന്തോ അതിൽ കൂടെ ഇങ്ങനെ കടന്നു പോകാൻ കർത്താവിനെ മാറി നടക്കുവാൻ യഥാസ്ഥാനപ്പെടുത്തിയപ്പോൾ അവിടുന്ന് എവിടോട്ട് മാറിപ്പോയി, തിരിച്ചിവിടെ വരണം, യഥാസ്ഥാനപ്പെടണം. നമ്മൾ അതിനുവേണ്ടി ഈ ദിവസങ്ങളെ കർത്താവെ എഗെയിൻ മാനുഷിക ബുദ്ധി കൊണ്ട് കഴിയത്തില്ല, പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിന്റെ അധിപതി അല്ലെങ്കിൽ സ്വർലോകത്തിന്റെ ദുഷ്ടാത്മസേന ഇല്ലെങ്കിൽ ഏത് തരത്തിലെ കാര്യങ്ങളെ പോരാട്ടം ആ ജഡരക്തങ്ങൾ അല്ലെങ്കിൽ വീണ്ടും ഇതിനകത്ത് വരാം. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളെ അങ്ങനെ ഒരു വ്യത്യാസം ജീവിതത്തിൽ വരുവാൻ ദൈവം നമ്മെ സഹായിക്കുക. അങ്ങനെ ചെയ്താലുള്ളത് എന്തുവാ, ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയും. അപ്പൊ ഓർത്തോണം, ഇപ്പോഴത്തെ ഇന്നത്തെ വിഷയത്തിന് ആൻസർ കിട്ടിയാലും നാളെ വേറൊന്നും വരത്തില്ലെന്നില്ല. നമ്മൾ ഈ ലോകത്ത് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ സർവായുധ വർഗം ഈ ദിവസങ്ങളിൽ ധരിച്ചുകൊണ്ട് ഞാൻ അതിനെ വായിക്കുന്നില്ല. ജസ്റ്റ് അത് ഏതൊക്കെയാണ് നമുക്ക് സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ കാണാതെ പഠിച്ചുള്ള 7 കാര്യങ്ങളാണ്: സത്യം, നീതി, സമാധാനം, വിശ്വാസം, രക്ഷ, ദൈവവചനം, പ്രാർത്ഥന. ഇത് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഗുളികകൾ കഴിക്കാത്ത ആരുമില്ലെന്നല്ലേ, എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് വൈറ്റമിനേലും കഴിക്കാത്ത ആരെങ്കിലും ഇല്ലെന്നാ തോന്നുന്നത് അല്ലെ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ മെഡിസിൻ കഴിക്കുന്നവരാ. സോ ആ മെഡിസിൻ എടുക്കുന്നത് പോലെ എവറി സെക്കൻഡ് ഓഫ് അവർ ലൈഫ് നമ്മൾ ദൈവമക്കളെ ശ്രമിച്ചാൽ അസാധ്യം ഒന്നുമില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ തുണ നിൽക്കും. നമ്മൾ ശ്രമിക്കാതെ പരിശുദ്ധാത്മാവ് അങ്ങനെ തുണ നിൽക്കുവാനായിട്ട് കഴിയുന്നത്. സോ ഈ ദിവസങ്ങളിലെ കഷ്ടങ്ങൾ വന്നാലും ഭാരങ്ങൾ വന്നാലും ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊണ്ട് മുന്നേറുവാനായിട്ട് ഇടയായിത്തീരണം. അപ്പൊ ഞാനിത് പറയാൻ കാര്യം, ഇങ്ങനെ നമ്മൾ നമ്മൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കും, നമുക്ക് കുറെ കാലം കൂടെ ഒക്കെ ജീവിച്ചു പോകാം. എന്നാലേ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. മർത്തോമ കുടുംബത്തിലെ നല്ല ദൈവഭയമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവം ഭാഗ്യം തന്നു. വളരെ ചെറിയ പ്രായം തൊട്ടേ എൻ്റെ വീട്ടില് കുടുംബ പ്രാർത്ഥന രാവിലെയും വൈകിട്ട് വീണ്ടും എനിക്ക് 2 സഹോദരങ്ങൾ, 3 സഹോദരങ്ങൾ ഇരുന്ന് ആദ്യം പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് ഫാമിലി പ്രയർ. അങ്ങനെ വളരെ ഒരു നല്ല രീതിയിൽ മാതാപിതാക്കന്മാരെ വളർത്തി മർത്തോമ കുടുംബത്തിൽ തന്നെ വിവാഹം കഴിച്ചു. സോ അപ്പൊ ഞങ്ങള് തന്നെയുമല്ല, ഒന്നിനും ഒരു കുറവ് വന്നിട്ടില്ല. സുഖമായി കർത്താവ് കൊണ്ടുപോയി 34 വയസ്സുവരെയും. സോ അപ്പൊ ഞാൻ വിചാരിച്ചത്, എന്റെ സെൽഫ് റൈറ്റ്യസ്നെസ്സിൽ ഞാൻ അന്ന് ചിന്തിച്ചത് കർത്താവ് എൻ്റെ കൂടെയാ. കാരണം ഞാൻ ഒരു നല്ല വ്യക്തി ആയതുകൊണ്ടാണല്ലോ, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് എല്ലാം ചെയ്തു തന്നല്ലോ. സോ ഞങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ പപ്പയുടെ 4 സിസ്റ്റേഴ്സ് പെന്തക്കോസിലുണ്ടായിരുന്നു. എനിക്ക് പെന്തക്കോസ് പറയുന്ന ഭയങ്കര ദേഷ്യമുള്ളായിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഈ ആഫ്രിന ഇടാത്തവരെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. സോ എൻ്റെ പപ്പയുടെ സിസ്റ്റേഴ്സ് ഒക്കെ വളരെ ആത്മീയമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവരെ. ഇപ്പൊ എപ്പോ വന്നാലും എൻ്റെ പപ്പായോടും ഞങ്ങളോടൊക്കെ സുവിശേഷം പറയും. എനിക്കിത് കേൾക്കുന്നത് എൻ്റെ പപ്പായുടെ കൂടെ ചേർന്ന് ഞാൻ പപ്പായും കൂടെ സ്ക്രൂ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പപ്പായുടെ സിസ്റ്റേഴ്സിനോട് പറയിപ്പിക്കും. അന്നൊക്കെ എൻ്റെ പപ്പ പറയുന്നത്, ഓ നീ അപ്പം സിസ്റ്റേഴ്സ് തന്നെ വിശ്വാസി വന്നവരുണ്ട്. അപ്പൊ എൻ്റെ പപ്പ പറഞ്ഞു കൊടുക്കും, ആദ്യം യെരൂശലേമിൽ യഹൂദ്യ, നീ ആദ്യം പോയി നിന്റെ വീട്ടിൽ പറഞ്ഞേച്ചു വാ എന്നൊക്കെ. അപ്പൊ ഞാനും ഇതിന് നല്ല സപ്പോർട്ട് ചെയ്തില്ല, പൗലോസ് അപ്പോസ്തലനെ സപ്പോർട്ട് ചെയ്ത് നിന്നെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇതിന് നല്ല ഇത് ചെയ്ത് സ്പിരിറ്റ് കൂട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പെന്തക്കോസ് എന്ന് പറയുന്നത്. ഞാൻ നഴ്സിങ്ങിന് പഠിക്കാനായിട്ട് പോയ സമയത്ത് അവിടെയും പെന്തക്കോസ് എൻ്റെ ഫ്രണ്ട്സ് അവർ പ്രെയർ മീറ്റിങ്ങുകളൊക്കെ അതിനൊക്കെ ഞാൻ പോയി അറ്റൻഡ് ചെയ്യും. ഇല്ല ഒരു പരീക്ഷ പ്രമാണിയെ പോലെ അവരുടെ മുമ്പിൽ ഒരു നല്ല വ്യക്തിയായി. ബട്ട് അഗെയിൻ വചനം ഒന്നും ഞാൻ കേൾക്കത്തില്ല. എന്ത് കാര്യം, ഇങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവര് നല്ലതായിട്ട് ഇതിനകത്ത് കൊണ്ടുപോകാൻ നല്ല കഴിവാണ്, ഇവര് ഇങ്ങനെ വചനം പറഞ്ഞ് നമ്മളെ അറിയാം. അങ്ങനെയൊക്കെ ഞങ്ങളുടെ സ്ഥലത്ത് ആ സമയത്ത് പെന്തക്കോസ് വളരെ കുറവാണ്.
അപ്പൊ ഇതെന്റെ മൈൻഡിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനൊന്നും ചെവി അധികം കൊടുക്കത്തില്ലായിരുന്നു. കർത്താവ് പല അവസരങ്ങളെ ഒരുക്കി തന്ന ഈ വചനം എനിക്ക് പറഞ്ഞു തരാനും വചനത്തിന്റെ സത്യവും അന്നേരം ഒക്കെ പല രീതിയിൽ പല ഒഴികഴിവുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി. അങ്ങനെ ഞങ്ങള് 2004 അമേരിക്ക വരുവാനായിട്ട് ദൈവം ഒരവസരം ഒരുക്കി തന്നു. ആഗ്രഹിച്ചു വന്നതല്ല, ദൈവം കൊണ്ടുവന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം പോരാൻ പല സാഹചര്യം ഉണ്ടായിരുന്നിട്ട് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. ദുബൈയിലായിരുന്നു ആ സമയത്ത്. അപ്പം ഇങ്ങനെ കർത്താവിന്റെ പദ്ധതി നമുക്കിപ്പോ അത് മനസ്സിലാക്കുന്ന ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്തു എന്ന്. സോ അന്ന് 2004 പോരുന്നതിന് മുമ്പ് കൂടെ വർക്ക് ചെയ്യുന്ന പെന്തക്കോസ്തുകാരുണ്ട്. അവരോടൊക്കെ ഹായ് ബൈ അല്ലാതെ ഞാൻ അധികം അവരുടെ ഒരു കാര്യങ്ങളിൽ ഇടപെടത്തില്ല. സോ അങ്ങനെ പോരാൻ എനിക്ക് 2 മക്കളാണുള്ളത്. എൻ്റെ മോൾക്ക് ഇപ്പൊ 26 വയസ്സ്, മോന് 20 വയസ്സ്. സോ അപ്പം പോരാൻ എൻ്റെ മോൻ അന്നേരം 3.5 മാസം പ്രായം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ദുബൈയിൽ നിന്ന് പോരുമ്പോൾ. സോ പോകാറായപ്പോഴത്തേക്കും മനസ്സിലൊരു ഭാരം, ലോസ് ഏഞ്ചൽസിലേക്കാണ് പോകുന്നത്. ഇത് എനിക്കിവിടെ ആരും അമേരിക്കയിൽ അവിടെ ഇല്ല ആ സമയത്ത്. അപ്പൊ ആകെപ്പാടെ ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ട് ഒളിമ്പിക്സ് നടന്ന ലോസ് ഏഞ്ചൽസ്. അതങ്ങനെ അല്ലാതെ എനിക്ക് സ്ഥലം എന്തുവാന്ന് അറിയത്തില്ല. അടുക്കാറായപ്പോൾ മനസ്സിലൊരു ഭയം, യോ കൊച്ചിനൊക്കെ അസുഖം വന്ന ആരോട് പറയും, അവിടെയൊക്കെ വൈറ്റ്സ് അല്ലേ, നമുക്കൊന്നും ഇത്ര അറിയത്തില്ലല്ലോ. അങ്ങനെ ചിന്തിച്ച സമയത്ത് ഒരു പെന്തക്കോസ് ഒരു കൂടെ വർക്ക് ചെയ്യുന്ന സെയിം ഷിഫ്റ്റ് പോകുന്ന എന്നാ പോലെ അവരുടെ കൂടെ പോവോ, ഒരു കാര്യം ആ രീതി ചെയ്യാത്ത ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, ഇങ്ങനെ എനിക്കിങ്ങനെ പോകാനായിട്ടൊരു അവസരം കിട്ടി, ഇങ്ങനെ ഇന്ന സ്ഥലത്തേക്കാ പോകുന്നത്, അറിയാവുന്ന ആരെങ്കിലും അമേരിക്കയിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാർ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് 2 വർഷത്തിന് മുമ്പ് ഒരാള് കാലിഫോർണിയ ഇപ്പൊ എവിടാ പോയെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ എന്നിട്ട് ഭയം കൊണ്ട് ഞാൻ പറഞ്ഞു, അഡ്രസ്സ് എനിക്കൊന്ന് കൊണ്ടുതരണേ, അവിടെ ഇതിനടുത്ത് വല്ലതാണോ നോക്കാം. സോ പിറ്റേ ദിവസം ഈ സിസ്റ്റർ അഡ്രസ്സുമായിട്ട് വന്നിട്ട് നോക്കിയപ്പോ എന്റെ സെയിം സിപ്പ് കോഡിലാണ് പോകുന്നത്. ഭയങ്കര സന്തോഷം. പെന്തക്കോസ്തുകാരെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് കാര്യം നടക്കണം, അന്നേരം ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ നമ്പർ കിട്ടിയപ്പം തന്നെ ഇവരെ വിളിച്ചു. വളരെ നല്ലൊരു ഫാമിലി, സ്റ്റിൽ ഞങ്ങൾക്ക് വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. സോ വിളിച്ചു കഴിഞ്ഞപ്പം എടുത്തില്ല, മെസ്സേജ് ഇട്ടു. എന്നിട്ട് ഞാൻ എങ്ങനെയാലും ഇപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഒന്നും ഭാരപ്പെടേണ്ട, ഞങ്ങള് ഉണ്ട്, ടേക്ക് കെയർ ചെയ്തോളാം. അവർക്ക് 4 മക്കളാ. ഒത്തിരി സന്തോഷവും ഒരു വളരെ പീസുമായി. അപ്പൊ എന്റെ ഏജന്റ് ത്രൂ ആണ് ഞാൻ പോകുന്നത്. എനിക്ക് 1.5 വർഷം അവിടെ വർക്ക് ചെയ്യണം ഏജന്റിന്റെ അണ്ടറിൽ. അതിനുശേഷം എനിക്ക് അവിടെ പെർമനന്റ് ആയിട്ട് സെയിം ഹോസ്പിറ്റലിൽ തന്നെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയി. ഞങ്ങളുടെ 3.5 മാസം പ്രായമുള്ള കുഞ്ഞു 5 വയസ്സുള്ള മോളും ആയിട്ട് ഞങ്ങൾ ലോസ് ഏഞ്ചൽസിൽ ചെന്നു. അപ്പൊ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് എൻ്റെ ഏജന്റ് വന്ന് കൊണ്ടുപോയി ഹോട്ടലിൽ 5 ദിവസം താമസിച്ച് അതിനുശേഷം ഞങ്ങൾ തന്നെ അപ്പാർട്ട്മെന്റ് എടുത്ത് മാറണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ദുബൈയിലായിരുന്നൊരു സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ല, നമ്മൾ മണിയൊക്കെ ആയിട്ട് അതിനായിട്ട് വന്നു. അപ്പൊ എയർപോർട്ടിൽ ഇവർ വരുമെന്ന് പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ ഇങ്ങനെ ഈ ഏജന്റ് വരുന്നതിനേക്കാൾ ഇവരെ ഒരു മലയാളിയെ കാണാമല്ലോ എന്നോർത്ത് പ്രതീക്ഷ നിൽക്കുക. അപ്പൊ ഏജന്റ് വന്നില്ല, മലയാളി വന്നില്ല. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ ആ ഒരു മനസ്സിൽ കണ്ടോ, അല്ലെങ്കിൽ ഈ പെന്തക്കോസ്തുകാർ ഇങ്ങനെ കണ്ടോ വാക്ക് പറഞ്ഞ് വന്നില്ല. എന്നിട്ട് ഞങ്ങളെ ഏജന്റ് കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോയി. ഒരു കുറച്ച് സമയം കഴിഞ്ഞ ഉടനെ ഡോറിന് നോക്ക് ചെയ്തപ്പം ഈ പാസ്റ്ററും കുടുംബം, ഞങ്ങളിപ്പോഴും അച്ചായനാണ് വിളിക്കുന്നത്, അതിന് ശേഷം ദേവദാസനായി അവിടെ വന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് കർത്താവേ ക്ഷമ, കർത്താവേ അറിവില്ലായ്മ ക്ഷമിക്കുക. അന്നേരത്തെ ഭാരം, അത്രയും മണിക്കൂർ ട്രാവൽ ചെയ്ത് ഒരു മലയാളിയെ കാണുക എന്നുള്ളത് പ്രതീക്ഷ നടന്നില്ലല്ലോ. സോ ഇവർ വന്ന് വളരെ സന്തോഷത്തോടെ ഞങ്ങളെ കൈക്കൊണ്ടു. സൺഡേ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മാർത്തോമാ ചർച്ചിൽ പോകണം. അപ്പം ഞങ്ങൾ സൺഡേ ആയപ്പം അത് ദൈവം ഞങ്ങളെ, അന്ന് ഞാൻ ഡാലസിൽ വന്നായിരുന്നെങ്കിൽ ഞാൻ മാർത്തോമയിലേ പോകത്തുള്ളായിരുന്നു. അപ്പൊ സർവ്വശക്തൻ അറിയാം, അന്ന് അവിടെ ഇഷ്ടംപോലെ മാർത്തോമ ചർച്ചസ് ഉണ്ട് ഡാലസില്. കാലിഫോർണിയയിൽ വളരെ എനിക്ക് കൊണ്ടുവന്ന് ഒന്നെങ്ങാണം കാണുമായിരിക്കും. സോ ഞാൻ ചോദിച്ചപ്പം ഞങ്ങൾ അയ്യച്ചായൻ പറഞ്ഞു, ഇവിടെ അടുത്തൊന്നും പെന്തക്കോസ്റ്റ് ചർച്ച് മാർത്തോമ ചർച്ച് ഇല്ല, ഞങ്ങളുടെ കൂടെ വേണേ വാ. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടക്കണം, പുള്ളിയെ വിഷമിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് ഞങ്ങൾ ഓക്കെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയോട് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ 2.5 വർഷം ഈ ചർച്ചിൽ ആരാധിച്ചു. എന്നിട്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സെൽഫ് റൈറ്റ്യസ്നെസ്സിൽ ഞങ്ങൾ ആൾക്കാരെ എല്ലാം വിധിക്കുക, ഇതിനൊക്കെ എത്ര നല്ലത് ഞങ്ങളുടെ മർത്തോമക്കാര് സ്നാനപ്പെടുന്ന എന്തോത്തിന്. അപ്പൊ ചിന്തിക്കണം, 2.5 വർഷം എത്ര സൺഡേ ഞങ്ങൾ അവിടെ ആരാധിച്ചെന്നും എത്ര ദൈവവചനം ഞങ്ങൾ കേട്ടെന്നും. ഇതൊന്നും ഞങ്ങളുടെ ചെവിയിൽ പോയതേയില്ല. ഞങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നിട്ട് ഞങ്ങൾ തന്നെ വിധിക്കുകയാണ്. അല്ലെ, സ്വന്തം കണ്ണിലെ കോല് വെച്ച് മറ്റന്റെ കണ്ണിലെ കരടെടുക്കുക എന്ന് പറയുന്ന പോലെ ഇങ്ങനെ വിധിച്ച് 2.5 വർഷം കടന്നുപോയി. ബൈ ദ ടൈം ഇത് 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കംപ്ലീറ്റ് ഏജന്റ് ത്രൂ ഉള്ളത് മാറി. ഞാൻ ഡയറക്റ്റ് കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്തു. 6 months ഞാൻ വർക്ക് ചെയ്തു. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് എൻ്റെ ബ്രസ്റ്റിൽ ഒരു ലംബ് ഫീൽ ചെയ്യാനായിട്ട്, ഞാൻ 34 വയസ്സ് എനിക്ക് ആ സമയത്ത്. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് കടന്നുപോയി. അപ്പൊ ഡോക്ടർ ഒരിക്കലും ഇതൊന്നും ആകത്തില്ല, കാരണം നിന്റെ ഏജ്, നിനക്ക് ഹെൽത്ത് കണ്ടീഷൻസ്, എനിക്കൊന്നും ഒരു രോഗവും ഇല്ലാത്ത വ്യക്തി, എനിക്ക് ഒരു ഫാമിലി ഹിസ്റ്ററി ഇന്നേ നാൾ വരെ ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഞങ്ങളുടെ ആർക്കും, ഞാൻ എൻ്റെ മമ്മിയുടെ സൈഡിൽ നിന്നോ പപ്പയുടെ സൈഡിൽ നിന്നോ ഇല്ല.
സോ അങ്ങനെ പറഞ്ഞു ഒരിക്കലും ഒന്നും ആകത്തില്ല. സോ ദേ ഡിഡ് എ മാമോഗ്രാം ചെയ്തപ്പം പറഞ്ഞു ഇത് ഒന്നുമില്ല, ഒരു ചെറിയ ഒരു ഇതാണ്, ഇൻ സിറ്റുവിലുള്ളത്, ഒന്നും പേടിക്കണ്ട. അപ്പൊ പിന്നെയും ധൈര്യമായി. അത് കഴിഞ്ഞ സമയം പിന്നെ വീണ്ടും സർജറി എത്രയും പെട്ടെന്ന് ചെയ്ത് റിമൂവ് ചെയ്യാൻ സർജറി ചെയ്തപ്പോഴാണ് അറിയുന്നത് ഓൾറെഡി അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിപ്പോയി, അറിഞ്ഞില്ല. എന്നിട്ട് സ്കിന്നിലും അവർ 17 ലിംഫ് നോട്ട്സ് റിമൂവ് ചെയ്ത് ഔട്ട് ഓഫ് ദ 17 14 ലിംഫ് നോട്ട്സും പോസിറ്റീവ് ആയിരുന്നു ക്യാൻസറിന്. സോ മറ്റുള്ളിടത്ത് സ്പ്രെഡ് ആയി, ഇത് അഡ്വാൻസ് സ്റ്റേജ് ആയി. സോ അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സോ ആ സമയത്ത് ഞാൻ എങ്ങനെയും നാട്ടിൽ തിരിച്ചു പോയാൽ മതിയെന്ന് മാത്രമുള്ള ഒരു ഇതായി മനസ്സിൽ. പിന്നെ ഞങ്ങൾ അപ്പടി അങ്ങ് ഡിപ്രസ്ഡ് ആയി. ആ സമയത്ത് ആര് വിളിച്ചാലും ഞങ്ങൾ ഫോൺ എടുക്കത്തില്ല, ഞങ്ങൾക്ക് ആര് ഞങ്ങളോട് സംസാരിക്കേണ്ട, ഞങ്ങൾ ഒരു പെട്ടെന്നൊരു വല്ലാത്ത ഒരു പ്രതിസന്ധി കൂടി കടന്നുപോയപ്പം അനേകർ സഹായിക്കാൻ വിളിച്ചെങ്കിലും ഞങ്ങൾ ആരോട് സംസാരിക്കത്തില്ല. ഞങ്ങൾക്ക് അത്രയ്ക്കും അങ്ങ് എല്ലാവരോടും വെറുപ്പല്ല, എല്ലാവരോടും എനിക്ക് അസുഖം വരാൻ കാരണമായ ആ ഒരു തിങ്കിങ് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ശത്രു കൊണ്ടുവന്നിട്ട് ഓരോ ദിവസവും ഡൗൺ ആയി ഒരു നിമിഷം ഞങ്ങൾ ഓർത്ത്, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഓർത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ ആ ഒരു പാസ്റ്റർ വീട്ടിൽ കൊണ്ടേൽപ്പിച്ചിട്ട് ഞങ്ങൾ വണ്ടി ഇടിച്ച് മരിച്ചാലോ എന്ന് പോലും. കാരണം തിങ്ക് ചെയ്യണ ദൈവമക്കളെ, ക്രിസ്ത്യാനികളായി ജനിച്ചു വളർന്ന് എന്നും കുടുംബ പ്രാർത്ഥനയും വചനവും ഒക്കെ വായിച്ചു വന്നതാ. അന്ന് ഞാൻ പഠിച്ചു ദൈവവുമായിട്ടൊരു പേഴ്സണൽ ബന്ധമില്ലെങ്കിൽ ഇതെല്ലാം ഒരു റുട്ടീൻ ഭാഗമായിട്ട് ജീവിതത്തിന്റെ മാറി, ലൈക്ക് നമ്മൾ എന്നും സ്കൂളിൽ പോകുന്ന പോലെ ഇതും എടുക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നത്, എല്ലാം ഒരു റുട്ടീനായിട്ട് എൻ്റെ ജീവിതത്തിൽ മാറിയെന്ന് അന്ന് എനിക്ക് മനസ്സിലായത്. അതിനു മുമ്പ് എനിക്ക് അല്ലെങ്കിൽ ഈ വചനം ഏതേലും എന്നെ ഉറപ്പിക്കണ്ടേ, കംപ്ലീറ്റ് ഡൗൺ ആയി. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് ദൈവം അനേകരെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് എൻ്റെ പ്രൈമറി കെയർ ഡോക്ടർ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന, അപ്പൊ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് കടന്നു പോകണം, സർജറി ഒക്കെ അവിടെ പോയി ചെയ്യാൻ ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹിന്ദു ഡോക്ടറാ ഈ ഹിന്ദു ഡോക്ടർ എന്നെ വിടത്തില്ല നാട്ടില്. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ ഒത്തിരി ഒരു വല്ലാത്ത ഒരു സ്റ്റേജിലായിട്ട് ഞാൻ ഈ ഡോക്ടറോട് ആ ഓഫീസിൽ കിടന്ന് ദേഷ്യപ്പെടുക. എൻ്റെ എൻ്റെ വിചാരം ഞാൻ ഇപ്പം മരിക്കാൻ പോവാ, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കാരിലും നീ എന്തിനാ. അപ്പൊ എനിക്ക് ഈ ഡോക്ടർ എൻ്റെ റിപ്പോർട്ട്സ് ഒന്നും തരത്തില്ല. റിപ്പോർട്ട് തന്നെങ്കിൽ ഞാൻ വെല്ലൂര് വിളിച്ചു. ഞങ്ങൾ അന്ന് പോയ ചർച്ചിലെ ഒരു സർജൻ, വെല്ലൂന്ന് വന്ന സർജൻ അന്ന് കാലിഫോർണിയയിലുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന സർജൻ അവിടെ വിളിച്ച് എല്ലാം അറേഞ്ച് ചെയ്തു. പക്ഷെ അവര് പറഞ്ഞു വരുമ്പം ഈ റിപ്പോർട്ട്സ് എല്ലാം കൊണ്ടുവരണം, എന്നാൽ മാത്രമേ അവിടെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഡോക്ടർ എനിക്ക് എന്റെ റിപ്പോർട്ട്സ് തരത്തില്ല, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടും തരത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അന്ന് എന്റെ പ്ലാന് നല്ല ഇൻഷുറൻസ് അല്ല, കാരണം ജോലി തുടങ്ങിയതേ ഉള്ളൂ, HMO ഇൻഷുറൻസാ. HMO എന്ന് പറയുമ്പോൾ എല്ലാത്തിനും അപ്രൂവൽ വേണം അവരുടെ, അത് കഴിഞ്ഞാൽ പോകാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ HMO ഇൻഷുറൻസ് അല്ല, നീ ഇവിടെ നിന്ന് ഞാൻ മരിച്ചു പോകത്തേ ഉള്ളൂ, നിനക്ക് എന്താ എന്റെ ഇത് തരാത്തത്. ഒരു വിധത്തിലും ആ ഹിന്ദു ഡോക്ടർ എനിക്കത് തരത്തില്ല. ഇന്ന് ഞാൻ അതിന്റെ എല്ലാം റീസൺ മനസ്സിലാക്കുന്നു. അന്ന് അങ്ങനെ ഞാൻ ഈ ഡോക്ടർ തന്നെ ഇൻഷുറൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു. അതിനുശേഷം എന്റെ എല്ലാ അപ്രൂവൽസും ഞാൻ വിളിക്കാതെ തന്നെ അവർ തന്നെ ഡയറക്റ്റ് അപ്രൂവ് ചെയ്യത്തക്ക വിധം അതിന്റെ ഒരു സീനിയർ ഓഫീസറെ നമ്പർ എനിക്ക് തന്നു. നേരിട്ട് അവരെ വിളിച്ച് പറയും, അവർ അപ്രൂവ് ചെയ്യും. അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ സർജറി, അതിനുശേഷം അഗ്രസീവ് ആയിട്ടുള്ള കീമോതെറാപ്പിയും റേഡിയേഷൻ കൂടിയൊക്കെ ഞാൻ കടന്നുപോയി. സോ ആ സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഞാൻ എത്ര നാൾ ജീവിക്കും. എന്നോട് പറഞ്ഞു ട്രീറ്റ്മെന്റ് ഞാൻ അത് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റ് എടുത്തില്ല, നീ 3 months ജീവിക്കത്തുള്ളൂ. ഈവൻ വിത്ത് ട്രീറ്റ്മെന്റ് യു വിൽ ലിവ് ഓൺലി ഫോർ 5 years ബിക്കോസ് ഇത് 3 അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിപ്പോയത് കൊണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഡോക്ടറുടെ മുമ്പിൽ നിന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡ് കുഞ്ഞുങ്ങളോടെ കരഞ്ഞു. കാരണം എൻ്റെ മോക്ക് അവർക്ക് അറിവുണ്ട്, മോൻ ചെറുത് 2 വയസ്സ് 2.5 വയസ്സുണ്ട് അന്നേരം. അപ്പം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഡോക്ടറെ മുഖത്തോട്ട് നോക്കി. അന്ന് ഞങ്ങളോട്ട് ഡോക്ടറാ ഞങ്ങൾക്ക് ആയുസ് തരുന്നത്, നമ്മുടെ അറിവില്ലായ്മയിലെ. അപ്പം ഡോക്ടർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ട്രീറ്റ്മെന്റുകൾ എടുക്കുക, ചെയ്യേണ്ടത് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതുപോലെ വീട്ടിൽ കടന്നുപോയി. ഈ ട്രീറ്റ്മെന്റിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് എനിക്കൊട്ടും ഉറക്കമില്ല. സോ ആ സമയത്ത് ഒരു ദിവസം രാത്രി ഞാൻ ദൈവത്തോട് ചോദിക്കും. അന്നത്തെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് ഞാൻ വിചാരിക്കുന്ന ഈ പാപം ചെയ്യുന്നവർക്ക് രോഗം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ആ ദിവസങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ടാ കർത്താവേ ഞാൻ ഈ കഷ്ടത്തിൽ കൂടി കടന്നുപോയത്, ഞാൻ എന്തോ പാപമാ ചെയ്തതെന്ന് എനിക്ക് കാണിച്ചു തരണേ. ഇത് തന്നെ ഞാൻ കണ്ടിന്യൂസ്ലി ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ ഞാൻ അപ്പാർട്ട്മെന്റിൽ താമസിക്കുക, അപ്പൊ അവരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അടുത്ത റൂമിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവത്തോട് ചോദിക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ബൈബിൾ എൻ്റെ ഫ്രണ്ടിലുണ്ട്. ഞാനൊരു ശബ്ദം കേട്ടു, എൻ്റെ കൃപ നിനക്ക് മതി. ഞാൻ കർത്താവിനോട് ചുമ്മാ ഈ പറയണെന്ന് പറഞ്ഞ് കർത്താവ് സംസാരിക്കുന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് രാത്രിയാണ്ട് ഒരു പേടിയുണ്ട്, 2 മണി സമയം ഞാൻ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. പിന്നെ എൻ്റെ ആ വേദനയും പ്രയാസം കൊണ്ട് ഞാൻ വീണ്ടും ഈ ബൈബിളെ, അപ്പൊ എൻ്റെ കാര്യം ബൈബിളെ പിടിച്ചാൽ പിശാച് വരത്തില്ലെന്നുള്ള ഇതിൽ ഞാൻ ബൈബിളെ പിടിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഇത് തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ രണ്ടാമത് ഞാൻ ഈ ശബ്ദം കേട്ടപ്പോൾ പേടിച്ച് ഞാൻ ബൈബിള് തുറന്നപ്പോഴേ ഞാൻ എന്നോ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന
2 Corinthians 12:9 എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുള്ള വചനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി 2 പ്രാവശ്യം സർവശക്തൻ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ശബ്ദം മനസ്സിലാകാതിരുന്നപ്പോൾ കർത്താപ്പച്ചൻ എന്നെ മൂന്നാമത് ഈ വചനത്തിൽ കൂടി കാണിച്ചു തന്നു. ആ നിമിഷം മുതൽ ഒരു പ്രത്യേക സമാധാനം, ഒരു പ്രത്യേക സന്തോഷം, ഒരു ധൈര്യവും ദൈവം തരുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ ആ സമയത്ത് എന്റെ ജോലി പോയി. കാരണം ഞാൻ പുതിയ ജോലിയായിട്ട് കയറി 6 മാസമേ ആയുള്ളൂ. കാരണം അവരെന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. ഹെൽത്ത് ഇല്ല വർക്ക് ചെയ്യാൻ. സോ അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞാലും സുഖമായിട്ട് ജീവിച്ചു വന്ന ഒരു സമയത്താണ് ഓൾ ഓഫ് എ സഡൻ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയത്. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അന്ന് ജോലി അതുവരെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. എന്നാൽ അവരുടെ നിയമം അനുസരിച്ച് എന്നെ ടെർമിനേറ്റ് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവം അതിശയകരമായി ഏകദേശം ഞാനൊരു ക്ലോസ് ടു 1 ഇയർ ഞാൻ ട്രീറ്റ്മെന്റിൽ കൂടി കടന്നുപോയി. ആ ട്രീറ്റ്മെന്റിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം. കഴിഞ്ഞ ആഴ്ച മൾട്ടിപ്പിൾ സർജറീസ് കൂടി ഞാൻ ടോട്ടൽ 3 സർജറീസ് ആ സമയത്ത് തന്നെ അതിൽ കൂടി കടന്നു പോകണം. അതിലെല്ലാം ദൈവത്തിന്റെ കരം കൂടെയായിരുന്നു. ദൈവം എന്നെ അതിശയകരവും അത്ഭുതകരമായി നടത്തി. അന്ന് ഡോക്ടർമാരുടെ മുഖത്തോട്ട് നോക്കി 5 വർഷത്തിന് കൂട്ടിത്തരുമോന്ന് ചോദിച്ച സ്ഥാനത്ത് സർവശക്തൻ എനിക്ക് 18 വർഷം. ഞാൻ പറഞ്ഞല്ലേ, എന്റെ കുഞ്ഞുങ്ങള്, എന്റെ മോൻ 2.5 വയസ്സുള്ള സമയത്ത് രോഗത്തിൽ കൂടെ കടന്നുപോയ ഞാൻ ഇന്ന് എന്റെ മോൻ എന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്ത് പലയിടത്തും, അവനിന്ന് കോളേജിൽ പഠിക്കുന്നു, 3rd ഇയർ കോളേജിൽ പഠിക്കുന്നു. അവന് 21 വയസ്സാവും ഈ ഡിസംബറിൽ. ഞാൻ അറിയാതെ ദൈവത്തെ സ്തുതിക്കും. ഞാൻ കണ്ണുനീരോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവമക്കളെ, ഇത് ഇന്ന് പകൽക്കാലം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ഇത് സംസാരിക്കുന്ന ആരോടൊക്കെയാണെന്ന്. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം അതിശയങ്ങളുടെ ദൈവം. അവൻ മാറാത്ത ദൈവം. ഉള്ളി തിങ് നമ്മൾ വിചാരിക്കുന്ന ചില സമയത്ത് ആ സമയത്ത് തന്നെ ഒരു മറുപടി നമുക്ക് ലഭിച്ചെന്നിരിക്കത്തില്ല. ഞാൻ ആദ്യം ആഗ്രഹിച്ചു എനിക്ക് ട്രീറ്റ്മെന്റിൽ കൂടി കടന്നു പോകണ്ട, ദൈവം എന്നെ അല്ലാതെ വിടുവിക്കും. ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഒരു ഈ കുഞ്ഞുങ്ങളുടെ ടെമ്പർ ടാൻട്രം പോലെ നമ്മൾ ചുണ്ടി പിടിക്കരുത്. കർത്താവിന് ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. നമ്മളെ ചിലപ്പം ചിലതിൽ കൂടി ഇപ്പൊ എന്നെ കടത്തി വിട്ടതുപോലെ ആയിരിക്കത്തില്ല ജോയ് സിസ്റ്ററെ കടത്തി. ദൈവത്തിന് അറിയാം ഓരോരുത്തരുടെയും ഫ്രെയിം. അതനുസരിച്ച് അവൻ ഭംഗിയായി ചെയ്യുന്ന ദൈവമാ. ഈ ഭംഗിയായി ചെയ്യുന്ന ഉടയവന്റെ കയ്യില് നമുക്ക് നമ്മളെ അങ്ങനെ ഏൽപ്പിക്കാം. ദൈവമക്കളെ, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ, ദൈവം അതിശയങ്ങളെ ചെയ്യുന്ന ദൈവമാ. നമ്മൾ വായിച്ചല്ലോ, അത് അല്പകാലത്തേക്ക് മാത്രം വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിപ്പാന് നമ്മുടെ ദൈവം ശക്തനും മതിയായവനുമാ. നമ്മുടെ സമയം ഏകദേശം തീർന്നല്ലോ. ഞാൻ ഒരു വചനം കൂടെ വായിച്ച് 1 പത്രോസ് അതിന്റെ 13 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ സിസ്റ്റർ അതോടൊന്ന് വായിച്ച് സഹായിച്ചാൽ. 1 പത്രോസ് 1-ന്റെ 1-ാം അധ്യായം 13 മുതൽ 16 വരെ. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവി. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. വ്യക്തവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. താങ്ക് യു സോ മച്ച്. മതി. നമ്മൾ അതിനകത്ത് ഞാൻ ആ 3 വാക്യങ്ങൾ വായിക്കുന്നു. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ അവിടെ ഇവിടെ നോക്കി അവിടെ തങ്ങി നിൽക്കുവാനായിട്ടല്ല. അല്ലെ ഒരു മനുഷ്യൻ അവന് ഉയർന്നു പോയല്ലോ ഞാൻ ഇങ്ങനെ അല്ല, എന്റെ ആ ഒരു ഇതിൽ ഇരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പൂർണ്ണ പ്രത്യാശയില് മുന്നേറി ആ പ്രത്യക്ഷത, കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതുപോലെ അതോട് പൂർണ്ണ പ്രത്യാശയോടെ മുന്നേറുവാന് പണ്ട് കാലത്തെ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ മാതൃകയാക്കാതെ നമ്മളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എന്തോ പറഞ്ഞത്, എല്ലാ നടപ്പിലും വിശുദ്ധരാകും. കാരണം നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഈ സത്യം അറിയുവാൻ 2006 2 വർഷത്തിന് ശേഷം ഈ സത്യം അറിയാൻ ദൈവം ഭാഗ്യം തന്നു.
പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നമ്മൾ അത് ചില സമയത്ത് നേരെ നടത്തിയിട്ട് പഠിച്ചില്ലെങ്കിൽ ശിക്ഷിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്നത് പോലെ കർത്താവ് ഞങ്ങളെ ഒരു നല്ല പാഠത്തിൽ കൂടി കൊണ്ടുവന്നു. ഈ സത്യദൈവത്തെ യഥാർത്ഥമായി അറിയുവാനും ഞങ്ങൾക്ക് കുടുംബമായിട്ട് സ്നാനപ്പെടുവാനും, ഒപ്പം തന്നെ എൻ്റെ മാതാവിന് ഇവിടെ വന്ന് സ്നാനപ്പെടുവാൻ ദൈവം ഭാഗ്യം തന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ മാതാവിന് ഈ രാജ്യത്തൊന്ന് സ്നാനപ്പെടുവാൻ ഭാഗ്യം തന്നു. ബാക്കിയുള്ള എൻ്റെ സഹോദരങ്ങളും എൻ്റെ ഹസ്ബൻഡിന്റെ സഹോദരങ്ങളെല്ലാം ഇപ്പോഴും മാർത്തോമാ വിശ്വാസത്തിലായിരിക്കുന്നു. ഞങ്ങൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും അവരെയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. എനിക്കറിയാം ദൈവം തക്ക സമയത്ത് അവരെ എല്ലാം വിളിച്ചു കൊണ്ടുവരുമെന്ന്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വേല വിശ്വസ്തയോടെ ചെയ്ത് നല്ലവരും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്നുള്ള വിളിക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാകട്ടെ. അന്ന് ഇരട്ടി പങ്ക് ജോയ് സിസ്റ്റർക്കും കിട്ടും. കാരണം ഇത്രയും ആൾക്കാരെ കൂട്ടി വരുത്തി ഈ സത്യവചനങ്ങൾ കേൾക്കുവാൻ, പ്രാർത്ഥനയെ കൊണ്ട് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവ അവസരങ്ങളെ ഒരുക്കുന്നതിനാലെ സഹോദരിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി വൈകിയ വേളയിൽ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ജിക്കോസ് ബ്രദറെ ഓർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.